വിശ്വാസത്തോടെ ഈ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. പിശാച് നിന്നെയും നിനക്കുള്ളവരെയും നിൻ്റെ നന്മകളെയും പിന്നെ തൊടില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചായിരിക്കുന്ന സമയങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും വേണ്ടി വിഷയം ഇതാണ്: പിശാചിനാൽ പിടിക്കപ്പെട്ടു പോകുന്നു. എങ്ങനെ അറിയുവാനായിട്ട് കഴിയും? മോഷ്ടിക്കപ്പെടുന്നുണ്ട്, അറുക്കപ്പെടുന്നുണ്ട്, മുടിക്കപ്പെടുന്നുണ്ട്. യോഹന്നാൻ 10:10 കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, പിശാച് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. സന്തോഷങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെടുന്നുണ്ട്. ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് കൊല്ലപ്പെട്ടു പോകുന്നു. ബന്ധങ്ങൾ ശിഥിലമായി തീരുന്നു, നശിച്ചു പോകുന്നു. തിരിച്ചൊരു ഒരു പുനർനിർമ്മിതി സാധ്യമല്ലാത്ത വിധത്തിൽ നശിച്ചു പോകുന്നു. അങ്ങനെ സങ്കടത്തോടെ ആയിരിക്കുന്ന, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ആ വാക്ക് ശിഷ്യന്മാർ പരീക്ഷിച്ച് 100% ജയമാണെന്ന് ടെസ്റ്റഡ് ഓക്കെ എന്ന സർട്ടിഫൈ ചെയ്ത വാക്കാണ്. ആ വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പശ്ചാത്തലം, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. അവിടെ അവർ ചെല്ലുന്ന സ്ഥലത്ത് ഒരു കഴുതയും കുട്ടിയും കെട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ അഴിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർ ചോദിക്കും, ഇതിനെന്തിനഴിക്കുന്നു? ഇതിനെ ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഇത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണല്ലോ, ഇത് ഞങ്ങളുടെ അണ്ടറിൽ ആണല്ലോ, ഞങ്ങളുടെ കസ്റ്റഡിയിലാണല്ലോ, എന്തിനാണ് അഴിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് പറയണം, ഇതിനെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതിന് ആർക്കാവശ്യമുണ്ട്? യേശുവിന് ആവശ്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? വാപത്തി മിണ്ടാതെ നിൽക്കും. പിന്നെ അവർ എതിരഭിപ്രായം പറയത്തില്ല. പിന്നെ അവർ അതിൻ്റെ കസ്റ്റോഡിയനാണെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കുള്ളതാണ്, നിനക്കിത് തരത്തില്ല എന്ന് പറയത്തില്ല. അപ്പോൾ ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. ശിഷ്യന്മാർ അത് കേട്ടു, നേരെ പോയി അവിടെ എത്തി യേശു പറഞ്ഞതുപോലെ ചെയ്തു. അതേക്കുറിച്ച് 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു, അവർ അവരെ വിട്ടയച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, യേശു പറഞ്ഞതുപോലെ അവർ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞു? അതിനർത്ഥം അവർ ചോദിച്ചു. കെട്ടപ്പെട്ട കഴുതെ അഴിച്ചെടുക്കുവാൻ പോയപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് ഇവനെ അഴിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് അധികാരത്തിലാണ് ഇവനെ അഴിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ അഴിക്കുന്നത്? നമ്മളൊരു മാടിനെ വാങ്ങിയെന്ന് വിചാരിച്ചോ, ലളിതമായിട്ടുള്ളൊരു കാര്യം. അതിനെ അഴിച്ചെടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് എപ്പോഴാണ്? അതിന് വില കൊടുത്ത് നമ്മൾ അതിനെ വാങ്ങുമ്പോഴാണ്. അധികാരം, വില കൊടുത്തവനുള്ള അധികാരം, ഓണർഷിപ്പ് ഉണ്ട് എങ്കിൽ കൊണ്ടുപോകാം. ചോദ്യം വരികയാണ്, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഈ കഴുതയെ അഴിക്കുന്നത്? അപ്പം മറുപടി, യേശുവിന് ഇതിന് ആവശ്യം ഉണ്ട്. യേശുവിന് ഈ കെട്ടപ്പെട്ട കഴുതയെ ആവശ്യമുണ്ട്. യേശുവിന് ആവശ്യമുണ്ട്. ഈ വാക്ക് എതിർ വാക്കുകളെ ക്യാൻസൽ ചെയ്തു, അവകാശവാദത്തെ ക്യാൻസൽ ചെയ്തു, കെട്ടപ്പെട്ട അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഇത് ശിഷ്യന്മാർ പരീക്ഷിച്ച് വിജയിച്ച കാര്യം ബൈബിളിൽ നിന്ന് പറയുക മാത്രമല്ല, ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി വിളിക്കുകയുണ്ടായി. ഒത്തിരി സഹോദരിമാരെ പോലെ, നിങ്ങളിൽ പലരെയും പോലെ. അവരുടെ വിഷയം ഇതാണ്: പാസ്റ്റർ, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനിയാണ്. അദ്ദേഹം മദ്യപാനിയാണെന്ന് പറഞ്ഞാൽ അവർ കുറേ ഫോട്ടോസും കുറേ മെസ്സേജുകളും, വോയിസ് മെസ്സേജുകളും, അതായത് പുള്ളിക്കാരൻ്റെ സംസാര രീതിയൊക്കെ അവർ ഇട്ട് തന്നു. അപ്പോൾ അവർ വിചാരിച്ചത് ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നില്ല, ഒരു മദ്യപാനിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അത് തന്നെയാണ് അവിടെയും. പക്ഷേ അവർക്കതൊരു ആശ്ചര്യമാണ്. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്കില്ല. പലരും അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും, ഇതൊന്നും കണ്ടിട്ടില്ല, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകുമോ, അല്പം അകത്ത് പോയ എൻ്റെ ചേട്ടനാണോ ഇത്, അല്ലേ, അങ്ങനെയല്ലേ, എൻ്റെ ഭർത്താവാണോ ഇത്, എൻ്റെ മരുമോനാണോ?
എൻ്റെ സഹോദരനാണോ ഇത് തന്നെയാണോ എൻ്റെ സഹോദരൻ? ഇത് തന്നെയാണോ എൻ്റെ മകൻ? ഒരമ്മ സങ്കടത്തോടൊരു രാത്രി വിളിച്ചിട്ട് പറയുക, പാസ്റ്റർ, എനിക്കത് ഒരു സാധാരണ വീട്, 17കാരനായ തൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി, മദ്യപാനവും തുടങ്ങി. അമ്മ പറഞ്ഞത്, പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ മകൻ മദ്യപിച്ച് വരുമ്പോൾ മുറി പൂട്ടി എൻ്റെ മുറിക്കകത്തിരിക്കും. എനിക്ക് പേടിയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പേടിയാണ്. എൻ്റെ മകൻ അങ്ങനെ ഒരു കണ്ണോടെ എന്നെ കാണുന്നു, എന്നെ നോക്കുന്നു. 17 വയസ്സുള്ള മകൻ, ഒരു 34-35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മകൻ. ആ സ്ത്രീ പറയുന്നു, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പേടിയാണ്. ഈ സാക്ഷ്യം പറയുമ്പോൾ ആ സഹോദരിയുടെ കണ്ണുനീരിനൊപ്പം എൻ്റെ ചങ്ക് കത്തുന്നത് പോലെ കണ്ണ് നിറയുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പേടിയാണ് പാസ്റ്റങ്ങളെ, പപ്പ കുടിച്ചിട്ട് വരുമ്പോൾ പേടിയാണ്. മകളെന്ന നിലയിലല്ല, ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് പേടിയാണ്. പാസ്റ്ററെ, എൻ്റെ ബ്രദർ മദ്യപിച്ചിട്ട് വരുമ്പോൾ എനിക്ക് പേടിയാണ്. ഒരു സഹോദരി എന്ന നിലയിൽ അല്ല, ഒരു പെണ്ണെന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പേടിയാണ്. പലർക്കും പേടിയാണ്. അതെ, ഇനിയും അങ്ങനെ പേടിച്ച് നരകിച്ച് മരണമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ സഹോദരി പറയുക, പാസ്റ്ററെ, ഇന്നെൻ്റെ കുഞ്ഞ് നേരത്തെ വന്നു. ആ സമയം മുതൽ ഞാൻ മുറിക്കകത്താണ്. ചെറിയൊരു വീടാണ്. ആ സഹോദരി പറഞ്ഞ വാക്കുകൾ ഇതാണ്, എനിക്ക് ഒന്നിന് പോകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും എടുത്തു വെച്ച് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് മുറി വിട്ട് പുറത്തിറങ്ങുവാൻ പേടിയാണ്. ഇതൊക്കെ ഒരുപാട് മദ്യപാനികളുടെ വീട്ടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ആ സഹോദരി ഓർത്ത് നിങ്ങൾക്ക് അറിയുന്നതിന് മുമ്പേ, ഇന്ന് സന്തോഷത്തോടെ ആ മകനും ആ അമ്മയും സന്തോഷത്തോടെ ഭവനത്തിനകത്ത് പാർക്കുന്നുണ്ട്. സ്തോത്രം. ആ അമ്മയുടെ മകനായി ആ മകൻ കൂടെയുണ്ട്. ആ അമ്മയുടെ മകനായി, ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അമ്മയുടെ മകനായി എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില അമ്മമാരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മകനായി. ചില മക്കളോടായി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പപ്പയായി, നിൻ്റെ സഹോദരനായി, നിൻ്റെ നല്ല സ്നേഹിതനായി, നിൻ്റെ നല്ല അയൽക്കാരനായി, നിൻ്റെ നല്ല റിലേറ്റീവായി അങ്ങനെ തന്നെ അവർ കാണും. ആമേൻ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മദ്യപാനിയുടെ ഭവനത്തിനകത്ത് നടക്കുന്നത്. അപ്പോൾ ആ സഹോദരി പ്രാർത്ഥന വിഷയം പറഞ്ഞു. ആ സഹോദരി പറഞ്ഞതാണ്, പാസ്റ്ററെ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെതായ ക്വാളിറ്റി കൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എനിക്ക് സഹോദരന്മാരുണ്ട്, അപ്പനുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അപ്പന് പോലും നല്ല ആരോഗ്യമുണ്ട്. അപ്പൻ്റേതായ രീതിയിലൊക്കെ ശ്രമിച്ചു, നോ മാറ്റം. സഹോദരന്മാർ ശ്രമിച്ചു, സ്നേഹിച്ചും വെറുപ്പിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ നോക്കി, നോ മാറ്റം. മക്കളായി, അവരും പറയാൻ തുടങ്ങിയ സമയം തൊട്ട് ശ്രമിക്കുന്നു, നോ മാറ്റം. പുള്ളിക്ക് ഒരു മാറ്റവുമില്ല. ആമേൻ. കുടിച്ചു കഴിഞ്ഞാൽ പുള്ളി ആരാണെന്ന് പുള്ളിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പുള്ളി അങ്ങ് മാറും. ഒരു സമ്പൂർണ്ണമായ മാറ്റം, ഒരു ടോട്ടൽ ചേഞ്ച്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു രക്ഷയില്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, നിങ്ങൾക്ക് ഭർത്താവായിട്ട് പ്രയോജനപ്പെടുന്നില്ല? പ്രയോജനമുണ്ട് പാസ്റ്ററെ. മദ്യപിക്കാതിരിക്കുമ്പോൾ പുള്ളി ഓക്കെയാണ്. അങ്ങനത്തെ സമയം കിട്ടാനാണ് പാട്. മക്കൾക്ക് ഓക്കെ, എല്ലാം ഓക്കെയാണ്, പക്ഷേ മദ്യപിക്കാതെ കിട്ടണം. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞെങ്കിൽ യേശുവിന് ഇവനെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ? അവർ പറഞ്ഞു, പാസ്റ്ററെ, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പുള്ളി ഒന്ന് മാറിയാൽ മതി. അപ്പോൾ സിസ്റ്ററെ, ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ പുള്ളി വന്ന് കിടക്കുമ്പോൾ ബോധം കെട്ടതിന് ശേഷം, കുടിച്ചുകൊണ്ട് കിടക്കുകയില്ല, ഉറങ്ങിയതിന് ശേഷം ആ പുള്ളിയുടെ അടുക്കൽ പോയി ദേഹത്ത് കൈവയ്ക്കാൻ പറ്റുമോ കൈവച്ചിട്ട് പറയണം, പന്ന പിശാചേ, ഇവൻ എൻ്റെ ഭർത്താവ് യേശുവിനുള്ളവനാണോ?
എൻ്റെ മക്കളുടെ പപ്പ യേശുവിനുള്ളവനാണ്. ഇവനെ ബന്ധിക്കുവാൻ നിനക്കിനി അധികാരമില്ല. റെഡിയാണോ പറയുവാൻ സഹോദരി? മാതാവേ, പറയുവാൻ റെഡിയാണോ? നിൻ്റെ ഭർത്താവാകട്ടെ, നിൻ്റെ മക്കളാകട്ടെ, നിൻ്റെ പ്രിയപ്പെട്ടവരാകട്ടെ, അവരെ ബന്ധിക്കുവാൻ ഒരുപക്ഷെ രോഗത്തിലായിരിക്കാം. പിശാച് അവരെ ബന്ധിച്ചിരിക്കുന്നത് രോഗത്തിലായിരിക്കാം. പറയുവാൻ റെഡിയാണോ? ഇനി ഇവനെ ബന്ധിക്കുവാൻ നിനക്ക് അവകാശമില്ല. ഇവനെ യേശുവിന് ആവശ്യമുണ്ട്. സ്തോത്രം. വെറുതെ പറയുക മാത്രമല്ല. ആമേൻ. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിന് നമ്മൾ എടുത്തങ്ങ് ചാടും. സ്തോത്രം. എന്നിട്ട് പണ്ടാരോ പറഞ്ഞതുപോലെ മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന ആ ഒരു പഴഞ്ചൊല്ല് തന്നെ അനർത്ഥമാക്കും. അതല്ല, മനസ്സുറപ്പോടെ എനിക്ക് പ്രയോജനപ്പെടത്തില്ല, ഇവനെ പിശാച് എനിക്ക് തരത്തില്ല, ഇവനെ യേശുവിന് കൊടുക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും യേശുവിന് കൊടുത്താൽ യേശുവിനെയും കൊണ്ട് പോയി കളയും. നല്ലെന്നേ, യേശു നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ദക്കപ്പുരി ദേശത്തിലെ സുവിശേഷകനാക്കി ആ ഗദ്രദേശത്തിലെ ഭൂതഗ്രസ്തനെ തിരികെ നൽകിയതുപോലെ യേശു നിങ്ങൾക്ക് തിരികെ തരും. പറയാൻ റെഡിയാണോ? യേശുവേ, ഇവൻ നിനക്കുള്ളവനാ. ഹന്ന പറഞ്ഞ പോലെ പറ, യേശുവേ, നീ തന്നാൽ നിനക്ക് തരും. ഇവൻ യേശുവിനുള്ളവനാ. എൻ്റെ മകൾ യേശുവിനുള്ളവളാ. എൻ്റെ മകൻ യേശുവിനുള്ളവളാ. എൻ്റെ നന്മകൾ, പ്രയോജനപ്പെടാത്ത നന്മകൾ പിശാച് കൊണ്ടുപോവുക ഉണ്ട്, പക്ഷേ കൊണ്ടുപോവുക. അത് യേശു. എൻ്റെ ആരോഗ്യം യേശുവിനുള്ളതാ. എൻ്റെ ഭവനം യേശുവിനുള്ളതാ. എനിക്കുള്ളതൊക്കെ യേശുവിനുള്ളതാ. ഓരോന്നിനെയും യേശുവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുക. സത്യമായിട്ട് പറയട്ടെ, ആ ബന്ധനമെല്ലാം അഴിയും. ആമേൻ. പിശാചിന് പിന്നെ ക്ലൈം ചെയ്യാൻ പറ്റത്തില്ല. യേശുവിനുള്ളതിന് ഒന്നിനു മേലും പിശാചിന് ക്ലൈം ചെയ്യാൻ പറ്റത്തില്ല. ആ ചെങ്കോലെല്ലാം ഓടിയും. നിങ്ങളുടെ തലമുറകളുടെ മേൽ പിശാച് കയറ്റിവെച്ച ചെങ്കോലൊടിയും. അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, അവരുടെ നല്ല സ്വഭാവത്തെ തകർക്കുന്ന, മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരികൾക്കും അവരെ അടിമയാക്കുന്ന, അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുന്ന ആ ബന്ധനമെല്ലാം അഴിയും. ആമേൻ. അവകാശവാദങ്ങളെല്ലാം അഴിയും. നിങ്ങളുടെ ഭർത്താവിന് മേലുള്ള, നിങ്ങളുടെ ഭാര്യ മേലുള്ള, നിങ്ങളുടെ തൊഴിലിന് മേലുള്ള, നിങ്ങളുടെ നന്മകളുടെ മേലുള്ള എല്ലാ ക്ലൈമും, എല്ലാ അവകാശവാദങ്ങളും അഴിഞ്ഞു മാറും. വാദമുഖങ്ങൾ മാറിപ്പോകും. ആമേൻ. സീരിയസ് ആയിട്ട് പറയട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. സത്യമായിട്ട് പറഞ്ഞു തുടയ്ക്കുമോ? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. ആ സഹോദരി സന്തോഷത്തോടെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. സഹോദരി മാത്രമല്ല, മക്കളും. ആമേൻ. മക്കളെന്ന് പറയുമ്പോൾ വലിയ മക്കളൊന്നുമല്ല കേട്ടോ. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോഴും മക്കളും, മക്കൾ പറയുന്നത് ഇങ്ങനെ, അമ്മ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അല്ല, പപ്പ വന്ന് 5 മിനിറ്റായി വന്ന് കുറച്ച് നേരം ഇരിക്കും. അപ്പോഴും ഞങ്ങൾ പോയി നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, മക്കളെ സൂക്ഷിച്ച്, ബോധമില്ലാത്ത ഒരാളാണ്, അത് കുഴപ്പമില്ല. ഞങ്ങൾ അമ്മ കരയണത് ഇനി കാണാൻ ഞങ്ങൾക്ക് വയ്യ. അവർ അന്നോട്ട് പ്രാർത്ഥിച്ച് തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം ശരിയായോ? നോ. ഒരു ദിവസം കഴിഞ്ഞ് ശരിയായോ? നോ. ഏകദേശം 4 വർഷം കഴിഞ്ഞു. സ്തോത്രം. 4 വർഷത്തോട് അടുക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരി വിളിച്ച് പറയുക, പാസ്റ്ററെ, ഇപ്പോൾ ഏകദേശം 4-5 മാസം കൊണ്ട് എൻ്റെ ഭർത്താവ് കുടിയൊന്നുമില്ല. ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ഇതിനിടയ്ക്കും വിളിക്കും, തുടർമാനമായിട്ട് എല്ലാ മാസങ്ങളും പ്രാർത്ഥന ക്രമീകരിച്ച്, പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ, നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ജീവിതത്തിൽ പൊട്ടാത്ത കെട്ടുകളൊക്കെ പൊട്ടിക്കുവാൻ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 4-5 മാസമായിട്ടും ഒരു മാറ്റം വന്നിട്ടും അവർക്കൊരു ടെൻഷനുണ്ട്. ഇനി 5-6 ദിവസം കഴിയുമ്പോൾ തുടങ്ങുമോ? അപ്പോൾ ഏകദേശം 4-5 മാസമായപ്പം അവർക്ക് മനസ്സിലായി, ഇല്ല, പുള്ളി പരിപാടി വച്ച് നിർത്തിയതാണ്, യേശുവിനുള്ളതായി മാറി. വീട്ടിനകത്ത് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യണേ? ഈ പുള്ളിയെ പാസ്റ്ററാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണേ? ഞാൻ ചോദിച്ചു, പാസ്റ്ററാക്കാനോ? എന്തിനാ? എൻ്റെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടാനാണോ? അപ്പോഴേ പുള്ളിക്കാരി പറയും, അല്ല, പാസ്റ്ററല്ലേ പറഞ്ഞത് ഇവനെ യേശുവിന് കൊടുക്കാൻ. അപ്പോൾ പാസ്റ്ററാവാൻ അതൊക്കെ നല്ല കാര്യമാണ്, അതെന്ത് ചെയ്യണമെന്ന് യേശു ചെയ്തോളും. അവൻ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവായിട്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കട്ടെ, മക്കളുടെ പപ്പയായിട്ട് വീട്ടിനകത്ത് തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ. കുറേ വർഷം കൊണ്ട് കരഞ്ഞതല്ലേ, ആ സന്തോഷമൊന്ന് അനുഭവിക്ക്. പറയുവാൻ റെഡിയാണോ? ബന്ധിക്കപ്പെട്ടവരെ നോക്കി, ബന്ധിക്കപ്പെട്ട നിൻ്റെ നന്മയെ നോക്കി, എന്തിന് നിന്നെ നോക്കി, നിൻ്റെ ശരീരത്തെ നോക്കി, ആ സൗഖ്യമാകാത്ത ശരീരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കും. പിശാചേ, ഇനി ഈ ശരീരത്തെ തൊടുവാൻ നിനക്ക് അവകാശമില്ല. ഇത് യേശുവിനുള്ളതാ. എൻ്റെ ശരീരം യേശുവിനുള്ളതാ, യേശുവിന് ഇരിക്കുവാനുള്ളതാ, എനിക്ക് യേശുവിനെ ചുമക്കാനുള്ളതാ. ഓ, ശുശ്രൂഷക പ്രാർത്ഥിക്ക്. സംഘടനയെ ചുമക്കാനുള്ള ശരീരമല്ല, നിൻ്റെ ശരീരം യേശുവിനെ ചുമക്കുവാനുള്ള, നിൻ്റെ നാവ് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളതാണ്.
ആമേൻ. സഹോദരി പ്രാർത്ഥിക്കുക. നിൻ്റെ ഭർത്താവിൻ്റെ നന്മ നീയും നിൻ്റെ മക്കളും അനുഭവിക്കുവാനുള്ളതാണ്. അത് മറ്റാരെങ്കിലും പ്രാർത്ഥിക്കുക. അത് ഒരു ബന്ധവും അതിനകത്തില്ല, ഒരു ബന്ധവുമില്ല. ആമേൻ. പ്രാർത്ഥിക്ക്. മറ്റാരും അത് അനുഭവിക്കുവാൻ പാടില്ല. നിൻ്റെ ഭർത്താവിൻ്റെ നന്മ, നിൻ്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം നിൻ്റെ മക്കൾ അനുഭവിക്കണം. നിൻ്റെ മക്കളുടെ സന്തോഷം നീ അനുഭവിക്കണം. നീ അത് കാണണം. യെസ്, വിശ്വാസത്തോടെ വിളിച്ചു പറയും. റെഡിയാണോ? നിങ്ങളുടെ വീടിൻ്റെ നോക്കിയിട്ട് വിളിച്ചു പറ, ഇത് ബാങ്കുകാർക്കുള്ളതല്ല, ഇത് ജപ്തിയായി പോകാനുള്ളതല്ല, ഇത് യേശുവിനുള്ളതാ. ആ കടത്തിൻ്റെ ബന്ധനം അഴിയട്ടെ. വാഹനത്തെ നോക്കി പറ, ആ കടത്തിൻ്റെ ബന്ധനം അഴിയട്ടെ. ആ സ്ഥാപനത്തെ നോക്കി പറ, ഇത് പൂട്ടിപ്പോകാനുള്ളതല്ല. ഓ ആമേൻ. ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റെഡിയാണോ? നിങ്ങളുടെ ലൈഫ് മാറുവാൻ പോവുക. ആമേൻ. ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ടെന്നേ. ആമേൻ. 3.5 വർഷം, ഏകദേശം 4 വർഷത്തോളം ആ സഹോദരി നിന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ബലത്തിലാണ്. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ മടുത്ത് മതിയാക്കത്തൊന്നുമില്ല. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനാണ്. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്തോ. നമുക്കൊരു ഉപവാസം ക്രമീകരിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമുക്കിങ്ങനെ ഒരുമിച്ച് ലൈവിലായിരിക്കുവാനുള്ള അവസരമുണ്ട്. ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസം ഓൺലൈനായിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പ്രാർത്ഥിക്കും. സഭയിലാണ് രാവിലെ 11 മണി മുതൽ 11:30 മണിയാവും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു. തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവിക നിയോഗമുള്ളൊരു ആരാധന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നു. എന്നാൽ കണ്ണടച്ചോ, പ്രാർത്ഥിച്ചാലോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശപ്പാ, ഇവർ അങ്ങേക്കുള്ളതാണ്. ഇവരുടെ നന്മകൾ, ഇവരുടെ പ്രിയപ്പെട്ടവർ, ഇവരുടെ അനുഗ്രഹങ്ങൾ, അതിനുമേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. തലമുറകളുടെ മേൽ പിശാച് കയറ്റിവെച്ച സകല ചെങ്കോലുകളും അഴിഞ്ഞു വീഴട്ടെ. ഓ ഷബറി ധലമാശകനെ. തൊഴിൽ സംബന്ധമായി കയറ്റിവെക്കപ്പെട്ട നുകങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഓ താങ്ക് ലോർഡ്. ഭർത്താക്കന്മാരുടെ മേൽ കയറ്റിവെക്കപ്പെട്ട മദ്യമെന്ന മയക്കുമരുന്നെന്ന സഹോദരന്മാരുടെ മേൽ, മക്കളുടെ മേൽ ആ ബന്ധനം അഴിയട്ടെ. മദ്യത്തിലും മയക്കുമരുന്നിലും കെട്ടിബന്ധിക്കുന്ന എല്ലാ ബന്ധനവും അഴിയട്ടെ. കുടുംബങ്ങളിൽ പടർന്നു കയറിയ കടമെന്ന ബന്ധനം അഴിയട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചികമായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്വസ്ഥതയെ, സമാധാനത്തെ, അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഇവർ ഫ്രീ ആകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കും അവർ. വഴികൾ തുറക്കപ്പെടട്ടെ. വിസകൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലി ചേർന്ന് നിൽക്കുക. ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ ദൈവാനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കും. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.